എൻ്റെ പേര് നന്ദന. ഞാൻ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ തേർഡ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഹൗസ് റെൻ്റ് അലവൻസ് എന്നും ഹൗസ് റെൻ്റ് അലവൻസിൽ എങ്ങനെയാണ് എക്സാക്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് ഹൗസ് റെൻ്റ് അലവൻസ്? ദിസ് ഈസ് ആൻ അലവൻസ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു മീറ്റ് ദി എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി അക്കോമഡേഷൻ ഒക്യുപ്പൈഡ് ബൈ ദി എംപ്ലോയി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു ജോബിൻ്റെ ആവശ്യമായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അയാൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ റെൻ്റ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ റെൻ്റ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ ആ എംപ്ലോയിക്ക് എന്തെങ്കിലും എക്സ്ട്രാ അലവൻസ് കൊടുക്കുകയാണ്. അയാളുടെ സാലറിക്ക് പുറമെ ഒരു എക്സ്ട്രാ അലവൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഈ എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമല്ല. ടാക്സ് അടയ്ക്കണം, പക്ഷെ ഒരു ലിമിറ്റ് വരെ എക്സംഷൻ കിട്ടും. അത് എത്ര രൂപ വരെ എക്സംഷൻ കിട്ടുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷനിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ ആ എമൗണ്ടിലാണ് ആ എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുക. കണ്ടീഷനാണ് ഹൗസ് റെൻ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ് ബൈ ദി അസസി. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ HR എമൗണ്ട് എത്രയാണോ അത് എഴുതുക. രണ്ടാമത്തെ കണ്ടീഷനാണ് ഇത് excess of rent paid by the assessee over 10% of salary for the relevant period. എംപ്ലോയി അടയ്ക്കുന്ന റെന്റിൽ നിന്ന് എംപ്ലോയിയുടെ സാലറിയുടെ 10% കുറയ്ക്കുക. മൂന്നാമത്തെ കണ്ടീഷനാണ് 50% ഓഫ് സാലറി ഇഫ് ദ അക്കോമഡേഷൻ ഈസ് ഇൻ മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഓർ ചെന്നൈ ആൻഡ് 40% ഓഫ് സാലറി ഇഫ് ദ അക്കോമഡേഷൻ ഈസ് ഇൻ അതർ പ്ലേസസ്. ഇപ്പോൾ ഈ എംപ്ലോയി താമസിക്കുന്നത് മുംബൈ, കൊൽക്കത്ത, ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ ആണെങ്കിൽ സാലറിയുടെ 50%വും വേറെ ഏതെങ്കിലും പ്ലേസിലാണെങ്കിൽ സാലറിയുടെ 40%വും ആണ് എഴുതേണ്ടത്. ഇനി ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോവിങ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ദി എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഹൗസ് റെന്റ് അലവൻസ് ഓഫ് മിസ്റ്റർ റാം ഹു റെസീഡ്സ് അറ്റ് കൺപൂർ. 3 കേസസ് ആയിട്ടാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് സാലറി പെർ മന്ത് 18,000, 12,000, 6,000. HR റിസീവ്ഡ് പെർ മന്ത് 2,100, 600, 1,050. റെന്റ് പെയ്ഡ് പെർ മന്ത് 1,500, 1,920, 750. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുകയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എഴുതണം. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഹൗസ് റെന്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ് ബൈ ദി അസസി. HR റിസീവ്ഡ് ബൈ എംപ്ലോയിക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ HR എത്രയാണ് അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ HR എത്ര കിട്ടിയിട്ടുള്ളത്? 2,100, 600, 1,050. അത് നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ദ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ബൈ ദി അസസി ഓവർ 10% ഓഫ് സാലറി ഫോർ ദി റെലവൻറ്റ് പീരീഡ്. അപ്പോൾ റെന്റ് പെയ്ഡ് ബൈ ദി അസസി, ഓക്കെ, അസസി പേ ചെയ്തിട്ടുള്ള റെന്റിന്ന് നമ്മൾ സാലറിയുടെ 10%, എംപ്ലോയിയുടെ സാലറിയുടെ 10% കുറയ്ക്കുക. അപ്പോൾ അവിടെ ഫസ്റ്റ് കേസിൽ റെന്റ് പെയ്ഡ് ചെയ്തിട്ടുള്ള എത്രയാണ്? 1,500. അപ്പോൾ ഈ 1,500ന്ന് സാലറി എത്രയായിരുന്നു? 18,000ന്റെ 10% കുറയ്ക്കുക. അപ്പോൾ 1,500 കുറയ്ക്കണം. 18,000 ഇൻറ്റു 10% എത്ര കിട്ടുക? 1,800 കിട്ടും. അപ്പോൾ 1,500ന്ന് 1,800 കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലേ, നില്ലാണത്. അപ്പം നില്ലെന്ന് എഴുതി. ഇനി രണ്ടാമത്തെ കേസിൽ എത്രയാണ് റെന്റ് പേ ചെയ്തിട്ടുള്ളത്? 1,920 അതിന്ന് 12,000ന്റെ 10% കുറയ്ക്കുമ്പോൾ നമുക്ക് 720 കിട്ടും. മൂന്നാമത്തെ കേസിൽ റെന്റ് പേ ചെയ്തിട്ടുള്ളത് ഇവിടെ 750 750ന്ന് സാലറി എന്ന് പറയുന്നത് 6,000 6,000ന്റെ 10% കുറയ്ക്കുക. സോറി, ഇവിടെ 6,000ന്റെ 10% 600 കേട്ടോ. അപ്പോൾ നമ്മുടെ 750ന്ന് 600 കുറയ്ക്കുമ്പോൾ നമുക്ക് 150 കിട്ടും. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനി അടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ എഴുതുക. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? 50% of salary if the accommodation is in Mumbai, Kolkata, Delhi or Chennai, and 40% of salary if the accommodation is in other places. ഇവിടെ 50%, സാലറിയുടെ 50% എടുക്കേണ്ടത്. എപ്പോൾ?
ആ എംപ്ലോയി താമസിക്കുന്നത് മുംബൈയിലോ അല്ലെങ്കിൽ കൊൽക്കത്തയിലോ ഡൽഹിയിലോ ചെന്നൈയിലോ ആണെങ്കിൽ സാലറിയുടെ 50% നമ്മൾ എടുക്കണം. അല്ലാതെ വേറെ ഏതെങ്കിലും പ്ലേസിലാണെങ്കിൽ 40%ആണ് എടുക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ റാം താമസിക്കുന്നത് കൺപൂറാണ്. അപ്പോൾ നമ്മൾ സാലറിയുടെ 40%ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുക, ആസ് ദ അക്കോമഡേഷൻ ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ സ്പെസിഫിക് സിറ്റീസ്. അവിടെ പറഞ്ഞിട്ടുള്ള 4 സിറ്റിയിലും അല്ല നമ്മുടെ റാം താമസിക്കുന്നത്. അപ്പോൾ 40%ആണ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ സാലറി 18,000 ആണ്. 18,000-ന് 40% കാണുമ്പോൾ 7,200 കിട്ടും. രണ്ടാമത്തെ കേസിൽ സാലറി 12,000, 40% കാണുമ്പോൾ 4,200 കിട്ടും. മൂന്നാമത്തെ കേസിൽ 6,000, 6,000-ന് 40% കാണുമ്പോൾ 600 കിട്ടും. ഇനി ഈ 3 കേസിലും ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അത് നമ്മൾ എടുത്തെഴുതണം. ആ എമൗണ്ടിലാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഏതാണ് ചെറിയ എമൗണ്ട്, നമുക്ക് നിൽ എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ, അതാണ് എടുത്തെഴുതേണ്ടത്. രണ്ടാമത്തെ കേസിൽ 600 ചെറിയ എമൗണ്ട്. മൂന്നാമത്തെ കേസിൽ വന്നിട്ട് 150 ചെറിയ എമൗണ്ട്. അപ്പോൾ നമ്മളത് താഴത്തേക്ക് എടുത്തെഴുതി. ഫസ്റ്റ് കേസിൽ HRAയുടെ മുഴുവൻ എമൗണ്ടും എന്താണ്, ആക്സസിബിൾ ആണ്, നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇൻ ദി സെക്കൻഡ് കേസ് ദ ഹോൾ എമൗണ്ട് ഓഫ് HRA ഈസ് എക്സംപ്റ്റ്. HRAയുടെ മുഴുവൻ എമൗണ്ടും എക്സംപ്റ്റ് ആണ്, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇൻ ദി തേർഡ് കേസ് റുപ്പീസ് 150 പെർ മന്ത് ഈസ് എക്സംപ്റ്റ് ആൻഡ് റുപ്പീസ് 900 പെർ മന്ത് ഈസ് ആക്സസിബിൾ. ഇവിടെ 150 രൂപ, ഓക്കെ, 150 പെർ മന്ത് എന്താണ്, എക്സംപ്റ്റ് ആണ്, നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമല്ല. പക്ഷെ 900 പെർ മന്ത് ആക്സസിബിൾ ആണ്, ടാക്സ് അടയ്ക്കണം. അത്രയും രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഹൗസ് റെന്റ് അലവൻസിൽ നമ്മൾ എക്സംപ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.